Good afternoon all. Good afternoon, ma'am. Good afternoon, ma'am. Okay, so we കഴിഞ്ഞ ക്ലാസ്സിൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡുകളാണ് പഠിച്ചത്. ബയോളജിക്കൽ വേസ്റ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഡിസ്പോസൽ മെത്തേഡ്സ് പഠിച്ചു. ദെൻ ഇനി നമ്മൾ നെക്സ്റ്റ് വൺ നോക്കുന്നത് ടേബിൾ ആണ് അല്ലെ. ടേബിൾ സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ കഴിഞ്ഞ ക്ലാസ്സില്. നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാന്നല്ലേ നമ്മൾ പറഞ്ഞത്, ആണോ? ഓർക്കുന്നുണ്ടോ ടേബിള്? ഓക്കെ, അപ്പോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഈ ഒരു ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ടേബിൾ നമ്മൾ ക്ലാസ്സിൽ എടുക്കുമ്പോൾ തന്നെ മാക്സിമം നിങ്ങൾ പഠിച്ചു പോയി പോകാൻ ശ്രമിക്കണം കേട്ടോ. നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ ക്ലാസ് പോകാം. സോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ടേബിളിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് വേസ്റ്റിന്റെ കാറ്റഗറി നമ്പേഴ്സ്. ഇപ്പോൾ കണ്ടോ, ഫസ്റ്റ് നോക്കിയ നിങ്ങൾ ഫസ്റ്റ് കോളത്തില് വേസ്റ്റ് കാറ്റഗറി 1, 2, 3. ഇത് ചുമ്മാ ജസ്റ്റ് 1, 2, 3 എന്ന് നമ്പർ ഇട്ടേക്കുന്നതല്ല കേട്ടോ. ചിലപ്പോ നിങ്ങൾക്ക് നോക്കുമ്പോ ചിലപ്പോ അങ്ങനെ വിചാരിക്കും അല്ലെ, 1 കഴിഞ്ഞ 2, 3 അങ്ങനെയല്ല. ആ ഒരു ഓർഡർ അല്ലാതെ ഓരോ വേസ്റ്റുകളെ നമ്മൾ കാറ്റഗറൈസ് തിരിച്ചിരിക്കുകയാണ്. ഓക്കെ, അതിനെയാണ് കാറ്റഗറി വൈസ് എന്ന് പറയുന്നത്. അല്ലാതെ ചുമ്മാ 1, 2, 3 എന്നുള്ള നമ്പർ അല്ല ഇട്ടിരിക്കുന്നത്. കാറ്റഗറി 1 വരുന്നത് ഒരു ടൈപ്പ് വേസ്റ്റുകൾ ഉണ്ട്. കാറ്റഗറി 2 വരുന്ന വേസ്റ്റ് ടൈപ്പ് ഏതാണ്, കാറ്റഗറി 3 വരുന്ന വേസ്റ്റ് ടൈപ്പ്, അങ്ങനെ നമ്മൾ കാറ്റഗറി 10 വരെ തരംതിരിച്ചിരിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത കോളത്തിൽ പറയുന്നത് ഏത് ടൈപ്പ് വേസ്റ്റ് ആണെന്ന്. അപ്പൊ കാറ്റഗറി നമ്പർ, ദെൻ ടൈപ്പ് ഓഫ് വേസ്റ്റ്, ദെൻ നമ്മൾ ഏത് കളർ കോഡുള്ള കണ്ടെയ്നറിലാണ് ഈ വേസ്റ്റ് നിക്ഷേപിക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ കോളത്തിൽ പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ്. ഏത് രീതിയിൽ നമുക്കതിനെ ഡിസ്പോസൽ ചെയ്യാം, ആ മെത്തേഡ്സുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, ഇൻസിനറേഷൻ പഠിച്ചില്ലേ, ഓട്ടോക്ലേവിംഗ്, ഇൻസിനറേഷൻ, മൈക്രോവേവ് റേഡിയേഷൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ കാറ്റഗറി നമ്പർ 1. കാറ്റഗറി നമ്പർ 1 ടൈപ്പ് ഓഫ് വേസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ് ആണ്. അപ്പൊ ഒരു കാര്യം കൂടി മിസ് പറയാം, ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. നമ്മളൊരു ടൈപ്പ് ഓഫ് വേസ്റ്റിൽ പേര് എഴുതിയിട്ടുണ്ട്, ഡാർക്കൻ ചെയ്ത് എഴുതിയിട്ടുണ്ട് പേരുകൾ. കണ്ടോ നിങ്ങള്, ഡാർക്കൻ ചെയ്ത് എഴുതിക്കുന്നത് കണ്ടോ, ഓരോ ടൈപ്പ് ഓഫ് വേസ്റ്റ്. ദെൻ അതിനുള്ളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വേസ്റ്റുകളാണ് താഴെ ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത്. സോ പഠിക്കുമ്പോൾ ആ ഡാർക്കൻ ചെയ്തിരിക്കുന്നത് പ്രാധാന്യം കൊടുത്ത് പഠിക്കാം. ഓക്കെ, ദെൻ ഉള്ളിലുള്ളത് ബ്രാക്കറ്റിലുള്ളത് അതിന്റെ ഉള്ളിൽ വരുന്നത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. സോ പഠിക്കാൻ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ആ ഡാർക്കൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇതാണ് മെയിൻ ടൈപ്പ് എന്ന് പറയുന്നത്. ദെൻ അതിനുള്ളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോ കാറ്റഗറി 1 വേസ്റ്റുള്ള കാറ്റഗറി 1 വരുന്നതാണ് ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ്. ഓക്കെ, ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ്, അതായത് മനുഷ്യന്റെ ശരീരഘടനാപരമായിട്ടുള്ള വേസ്റ്റുകൾ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് നോക്കാം കേട്ടോ. ഏതൊക്കെയാണ് ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഹ്യൂമൻ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സ് അല്ലെ, മനുഷ്യ ടിഷ്യൂസുകൾ, അതുപോലെ തന്നെ ഓർഗൻസുകൾ, അതുപോലെ ബോഡി പാർട്സ്, ഇവയൊക്കെയാണ് നമ്മൾ കാറ്റഗറി 1 വരുന്ന ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ് വരുന്നത്. ദെൻ കളർ ആൻഡ് ടൈപ്പ് ഓഫ് കണ്ടെയ്നർ, അതിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റുകൾ നിക്ഷേപിക്കുന്ന കണ്ടെയ്നറിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ആയിരിക്കും. ഓക്കെ, യെല്ലോ കളറിലെ പ്ലാസ്റ്റിക് ബാഗിലാണ് നമ്മുടെ ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ് നിക്ഷേപിക്കുന്നത്. കാറ്റഗറി 1 ആണ് ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ്, യെല്ലോ ബാഗിൽ നിക്ഷേപിക്കുന്നു. ദെൻ ഇനി അതിന്റെ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ്, ഏത് രീതിയിൽ നമുക്ക് അതിന് ഡിസ്പോസൽ ചെയ്യാവുന്ന നോക്കാം. ഇൻസിനറേഷൻ ഓർ ഡീപ് ബ്യൂരിയൽ. ഡീപ് ബ്യൂരിയൽ എന്ന് വെച്ചാൽ പല രീതിയിൽ കത്തിച്ചു കളയാൻ, അല്ലെങ്കിൽ ഇൻസിനറേഷൻ ടെക്നോളജി എന്താണെന്ന് പഠിച്ചു ഓർക്കുന്നുണ്ടോ? ഇൻസിനറേഷൻ കത്തിയിട്ട് നമ്മളതിനെ ഇനേർട്ട് മെറ്റീരിയൽ ആയിട്ട് മാറ്റുന്നു അല്ലെ, നമ്മൾ പഠിച്ചില്ലേ 30% ഓഫ് ലാസ്റ്റ് ഒരു 30% മാത്രം വേസ്റ്റ് ആയിട്ട് മാറ്റി വരുന്ന ഒരു പ്രോസസ്സ് കത്തിച്ചു കളയുന്നത് ഇൻസിനറേഷൻ. ഓക്കെ, ഇപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ടേബിളിന് മുന്നേ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ എടുത്തതെന്ന് ഇപ്പൊ മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് ഒരു ടേബിൾ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇൻസിനറേഷൻ ഒക്കെ പറയുമ്പോൾ എന്താണ് ഇൻസിനറേഷൻ എന്നൊന്നും മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ ഡിസ്പോസൽ മെത്തേഡ് എടുത്തു കഴിഞ്ഞത്. ഓക്കെ, സോ ഒരു പ്രാവശ്യം കൂടി പറയാം. വേസ്റ്റ് കാറ്റഗറി നമ്പർ 1 ആണ് നമ്മൾ പഠിച്ചത്. കാറ്റഗറി 1 എന്ന് പറയുന്നത് ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ് ആണ്.
ദെൻ അത് നിക്ഷേപിക്കുന്ന കണ്ടെയ്നറിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ആയിരിക്കും. ദെൻ അതിന് നമ്മൾ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻസിനറേഷൻ, ഡീപ് ബ്യൂരിയൽ. ഫസ്റ്റ് കാറ്റഗറി 1 ഓക്കെ ആണോ? പഠിച്ചോ എല്ലാവരും? കാറ്റഗറി നമ്പർ 1 പഠിച്ചല്ലോ? ഓക്കെ, പഠിക്കണോട്ടോ, നമുക്ക് ക്ലാസ്സിൽ വെച്ച് മാക്സിമം പഠിച്ചു പോകണം. ഇനി കാറ്റഗറി 2 നോക്കാം. ഓക്കെ, കാറ്റഗറി 2 ഇപ്പൊ 1 ഏതായിരുന്നു? ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ് ആണ്. ദെൻ കാറ്റഗറി 2 എന്ന് പറയുന്നത് അനിമൽ വേസ്റ്റ് ആണ്. ഓക്കെ, ഈ 10 എണ്ണം നമ്മൾ ഇത് പഠിച്ചു കഴിയുമ്പോഴേ നിങ്ങൾ ആ 10 എണ്ണം മാക്സിമം പേരൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട് മാക്സിമം സമയം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു നോക്കാം. ഓക്കെ, കാറ്റഗറി 2 എന്ന് പറയുന്നത് അനിമൽ വേസ്റ്റ് ആണ്. അനിമൽസിന്റെ ഒക്കെ വേസ്റ്റുകളാണ്. ദെൻ അനിമൽ വേസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. അനിമൽ വേസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അനിമൽ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സ്, കാർക്കേസസ്. കാർക്കേസസ് എന്ന് വെച്ചാൽ ആനിമൽസിന്റെ മൃതശരീരങ്ങൾ അല്ലെ, ജീവിച്ചിട്ടുള്ള മൃതശരീരങ്ങൾ, അവശിഷ്ടങ്ങള്. പിന്നെ ബ്ലീഡിംഗ് പാർട്സ്, ഫ്ലൂയിഡ്സ്, ബ്ലഡ് ആൻഡ് എക്സ്പെരിമെന്റൽ അനിമൽസ്. റിസർച്ചിന് വേണ്ടിയും എക്സ്പെരിമെന്റിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അനിമൽസിന്റെ അവശിഷ്ടങ്ങള്. Then waste produced by veterinary hospital and colleges. അതായത് മെഡിക്കൽ കോളേജസ് അതുപോലെ വെറ്റിനറി ഹോസ്പിറ്റൽ അവിടെ നിന്നുള്ള വേസ്റ്റുകള്. ഹോസ്പിറ്റൽ ഫ്രം ഡിസ്ചാർജ്, ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള ബാക്കി വേസ്റ്റുകൾ. ഇതൊക്കെയാണ് അനിമൽ വേസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് നോക്കാം അനിമൽ വേസ്റ്റ്, അങ്ങനെ പഠിക്കാം കേട്ടോ. കാറ്റഗറി 1 ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ്, കാറ്റഗറി 2 അനിമൽ വേസ്റ്റ്. ഓക്കെ, ദെൻ ഇനി അനിമൽ വേസ്റ്റുകൾ നിക്ഷേപിക്കുന്ന കണ്ടെയ്നറിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് അതും യെല്ലോ തന്നെയാണ്. അപ്പോ ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റും അനിമൽ വേസ്റ്റും സെയിം യെല്ലോ പ്ലാസ്റ്റിക് ബാഗിൽ തന്നെയാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. ഇനി അതിന്റെ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസലും സെയിം തന്നെയാണ്, ഇൻസിനറേഷൻ ആൻഡ് ഡീപ് ബ്യൂരിയൽ. ഓക്കെ, നമുക്കിത് രണ്ടും കാറ്റഗറി 1ഉം 2ഉം പഠിക്കാൻ എളുപ്പമാണ്. കാരണം ആ കണ്ടെയ്നറിന്റെ കളർ കോഡും ട്രീറ്റ്മെന്റ് ഡിസ്പോസൽ മെത്തേഡും ഏകദേശം സെയിം തന്നെയാണ് അല്ലേ. അപ്പൊ നോക്കിയേ, കാറ്റഗറി 1 ഹ്യൂമൻ അനാട്ടോമിക്കൽ യെല്ലോ പ്ലാസ്റ്റിക് ബാഗ്, ഇൻസിനറേഷൻ, ഡീപ് ബ്യൂരിയൽ. കാറ്റഗറി 2 അനിമൽ വേസ്റ്റ്, യെല്ലോ പ്ലാസ്റ്റിക് ബാഗ്, ഇൻസിനറേഷൻ, ഡീപ് ബ്യൂരിയൽ. രണ്ട് കാറ്റഗറീസ് പഠിച്ചോ? പഠിച്ചെല്ലാവരും? കാറ്റഗറി 1 ആൻഡ് 2 എളുപ്പമല്ലേ പഠിക്കാൻ? സെയിം ആണ്. കണ്ടെയ്നറും അതുപോലെ തന്നെ ഡിസ്പോസലും ഏകദേശം സെയിം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് കാറ്റഗറി 3 നോക്കാം. കാറ്റഗറി 3യിൽ വരുന്നത് മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്. മൈക്രോബയോളജി, ബയോടെക്നോളജി വേസ്റ്റ്. എന്തൊക്കെയാണ് ഈ മൈക്രോബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി വേസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. വേസ്റ്റ് ഫ്രം ലബോറട്ടറി കൾച്ചേഴ്സ്, സ്റ്റോക്സ് ഓഫ് സ്പെസിമെൻ ഓഫ് ലൈവ് മൈക്രോ ഓർഗാനിസംസ്, human and animal cell cultures used in research and infectious agent from research and industrial laboratories. Biological production by produce waste toxins and devices utilized to transfer culture. അപ്പോ ഈ മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ലബോറട്ടറിയിൽ നിന്ന് വരുന്ന വേസ്റ്റുകളൊക്കെയാണ്. അതായത് നമ്മൾ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സ്പെസിമെൻസുകൾ, കൾച്ചറുകൾ അല്ലെ, യൂറിൻ അതുപോലെ തന്നെ ബ്ലഡ് അങ്ങനെയുള്ള സാമ്പിളുകൾ, അതിന്റെ വേസ്റ്റുകള്. അതുപോലെ മൈക്രോ ഓർഗാനിസം, വൈറസുകൾ പോലുള്ള മൈക്രോ ഓർഗാനിസംസ്, റിസർച്ച് സെന്ററിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോ ഓർഗാനിസംസ്. അതുപോലെ തന്നെ എന്താണ് ലാസ്റ്റ് വൺ നോക്കി, വേസ്റ്റ് ടോക്സിൻസ്, ഡിവൈസസ് യൂട്ടിലൈസ്ഡ് ടു ട്രാൻസ്ഫർ കൾച്ചർ. കൾച്ചറൊക്കെ എടുക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ട്യൂബുകളും അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടല്ലോ. ഇവയൊക്കെയാണ് മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ നിക്ഷേപിക്കുന്ന കളർ കോഡ്, കണ്ടെയ്നറിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗ്. യെല്ലോയിലും നിക്ഷേപിക്കാം ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗിലും നിക്ഷേപിക്കാം. രണ്ട് കളർ കോഡുള്ള രണ്ട് കളർ കോഡ് കണ്ടെയ്നറിൽ നമുക്ക് മൈക്രോബയോളജി, ബയോടെക്നോളജി വേസ്റ്റ് നിക്ഷേപിക്കാം. യെല്ലോയിലും അതുപോലെ തന്നെ എന്താണ് റെഡ് കളറിലെ കണ്ടെയ്നറിലും നിക്ഷേപിക്കാം. ഇനി അതിന്റെ ഡിസ്പോസൽ മെത്തേഡ് നോക്കാം. ലോക്കൽ ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ് ഓർ ഇൻസിനറേഷൻ. 3 രീതിയിൽ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ് ചെയ്യാം, അല്ലെങ്കിൽ മൈക്രോവേവിംഗ് ചെയ്യാം, ദെൻ ഇൻസിനറേഷൻ. 3 മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, ഇൻസിനറേഷൻ. അപ്പൊ നമ്മൾക്ക് ആ വേസ്റ്റുകൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ അത് ഓട്ടോക്ലേവ് ചെയ്തെടുക്കാം. അപ്പൊ ടെസ്റ്റ് ട്യൂബ് അങ്ങനെയൊക്കെയാണെങ്കിൽ ഓട്ടോക്ലേവ് ചെയ്യാം, മൈക്രോവേവിംഗ് ചെയ്യാം. ദെൻ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കത്തിച്ച് കളയാം, ഇൻസിനറേഷനും ചെയ്യാം.
ഓക്കെ, അപ്പോ ഫസ്റ്റത്തെ 3 കാറ്റഗറിയാണ് നമ്മൾ പഠിച്ചത്. ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം, എന്നിട്ട് നിങ്ങളൊന്ന് വായിക്കണേ. വായിക്കുമ്പോൾ അത് പഠിക്കണം. ഓക്കെ, കാറ്റഗറി 1 എന്ന് പറയുന്നത് ഹ്യൂമൻ അനാട്ടോമിക്കൽ ആണ്. കളർ കോഡ് ഏതായിരുന്നു? യെല്ലോ. ദെൻ മെത്തേഡ് ഇൻസിനറേഷൻ, ദെൻ ഡീപ് ബ്യൂരിയൽ. കാറ്റഗറി 2 എന്ന് പറയുന്നത് അനിമൽ വേസ്റ്റ് ആണ്. വീണ്ടും യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ആണ്. ഇൻസിനറേഷൻ, ഡീപ് ബ്യൂരിയൽ. ദെൻ കാറ്റഗറി 3 പറയുന്നത് മൈക്രോബയോളജി, ബയോടെക്നോളജി, വേസ്റ്റ്. ദെൻ അതിനെ നമ്മൾ നിക്ഷേപിക്കുന്നതോ യെല്ലോ ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗിലായിരിക്കും. ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറയുന്നത് 3 രീതിയിൽ ഉപയോഗിക്കാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഓട്ടോക്ലേവ് ചെയ്യാം, മൈക്രോവേവിംഗ് ചെയ്യാം, ഓർ ഇൻസിനറേഷൻ. കാറ്റഗറി 3 കാറ്റഗറി ക്ലിയർ ആണോ എല്ലാവർക്കും? 3 കാറ്റഗറി ക്ലിയർ ആണോ? ഓക്കെ, ഇനി നിങ്ങളത് വായിക്കാം. വായിക്കുമ്പോ തന്നെ നിങ്ങളത് പഠിച്ചുകൂടി പോണം ഒപ്പം. ഓക്കെ, 3 കാറ്റഗറി വായിക്കാം കേട്ടോ. എളുപ്പമാണ് അത് പഠിക്കാനായിട്ട് കേട്ടോ. മാക്സിമം നമുക്ക് ക്ലാസ്സിലൂടെ ഇന്ന് തന്നെ അത് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് അത് എളുപ്പമായിരിക്കും. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ ഈ ഒരു ടേബിളിനുള്ളിൽ തന്നെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റത്തെ 3 കാറ്റഗറി വായിക്കണം. വായിക്കുമ്പോൾ അത് പഠിച്ചുകൂടി പോണം. വായിച്ചു എല്ലാവരും ഫസ്റ്റത്തെ 3 കാറ്റഗറി? പഠിച്ചോ? 3 കാറ്റഗറി 1, 2 and 3. ഓക്കെ, ഇനി കാറ്റഗറി 4 നോക്കാം. കാറ്റഗറി 4 പറയുന്നത് വേസ്റ്റ് ഷാർപ്പ്, അതായത് ഷാർപ്പ് ആയിട്ടുള്ള വേസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നീഡിൽസ്, സിറിഞ്ചസ്, സ്ക്ലാപ്പൽസ്, ബ്ലേഡ്സ്, ഗ്ലാസ് എക്സെട്ര. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന നീഡിൽസ്, സിറിഞ്ചസ്, സ്കാൽപ്പൽസ് എന്ന് വെച്ചാൽ സർജിക്കൽ ബ്ലേഡ് ആണ് കേട്ടോ. സർജറി ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെറിയ രീതിയിലുള്ള ഒരു ബ്ലേഡ് ആണ്. ഗ്ലാസ് എക്സെട്ര. That might lead to puncture and wounds. അതായത് പഞ്ചർ, കീറാനും അതുപോലെ മുറിവുകളൊക്കെ സംഭവിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഈ ഷാർപ്പ് വേസ്റ്റുകൾ കൊണ്ട്. This applies to both used and unused ഷാർപ്പ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഷാർപ്പും ഉപയോഗിക്കാത്ത വസ്തുക്കളും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി നമ്മൾ അതിനെ നിക്ഷേപിക്കുന്ന കണ്ടെയ്നറിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് ബ്ലൂ ആൻഡ് ഓർ വൈറ്റ് ട്രാൻസ്ലൂസന്റ് പഞ്ചർ പ്രൂഫ് കണ്ടെയ്നർ. ഒരു സ്പെഷ്യലൈസർ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ആണ് ഈ ഷാർപ്പ് വേസ്റ്റുകൾ ഇടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ട്രാൻസ്ലൂസന്റ് ആയിട്ടുള്ള പഞ്ചർ പ്രൂഫ് ആയിട്ടുള്ള, പഞ്ചർ പ്രൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു കണ്ടെയ്നർ ഇതായിരിക്കും. കാരണം സിറഞ്ചസും നീരിലും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് തുളഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെ. അതായത് ഈ മുനകളുടെ സൂചിയൊക്കെ നമ്മൾ പുറത്തോട്ട് പുറത്തേക്ക് ഇങ്ങനെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിനാൽ കുറച്ചും കൂടി കട്ടിയുള്ള ടൈപ്പാണ് ഈ ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലെ ട്രാൻസ്ലന്റ് പഞ്ചർ പ്രൂഫ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. നോർമൽ കണ്ടെയ്നറിനേക്കാളും കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാകും. കാരണം ഈ ഷാർപ്പ് വേസ്റ്റുകൾ തുളഞ്ഞു പൊട്ടാത്ത രീതിയിലുള്ള അത്രയും കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കണ്ടെയ്നർ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും കേട്ടോ. പിക്ചറൊക്കെ ഉണ്ട് അതിനകത്ത്. പിക്ചറൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. എന്താണ് വേസ്റ്റ് ഷാർപ്പിന്റെ കണ്ടെയ്നറിനോ അല്ലെങ്കിൽ ബ്ലൂ വൈറ്റ് ട്രാൻസ്ലന്റ് കണ്ടെയ്നറിനോ ഒന്ന് അടിച്ചു നോക്കാം. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ഐഡിയ കിട്ടും. കുറച്ചും കൂടി എന്താ പറയാ ക്വാളിറ്റി ആയിട്ടുള്ളതാണ്. പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഇല്ലാത്ത ടൈപ്പാണത്. ഓക്കെ, ഇനി അതിന്റെ അപ്പോ കാറ്റഗറി 4 എന്ന് പറയുന്നത് വേസ്റ്റ് ഷാർപ്പ് ആണ്. വേസ്റ്റ് ഷാർപ്പ് നമ്മൾ നിക്ഷേപിക്കുന്നത് ബ്ലൂ ഓർ വൈറ്റ് പഞ്ചർ പ്രൂഫ് കണ്ടെയ്നറിലായിരിക്കും. അതിന് നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിൻഫെക്റ്റിംഗ്
കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാം. നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെന്റ് പറഞ്ഞു, ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷനൊക്കെ ഉപയോഗിക്കുന്നത്. കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാം, ഓർ ഓട്ടോക്ലേവിംഗ് ചെയ്യാം, മൈക്രോവേവിംഗ് ചെയ്യാം, ആൻഡ് മ്യൂട്ടിലേഷൻ ആൻഡ് ഷ്രെഡിങ്. എന്താ മ്യൂട്ടിലേഷൻ ആൻഡ് ഷ്രെഡിങ് എന്ന് പറഞ്ഞാല്? മ്യൂട്ടിലേഷൻ ആൻഡ് ഷ്രെഡിങ് എന്ന് പറഞ്ഞാലേ നമ്മൾ അതിനെ കീറി മുറിച്ച് നശിപ്പിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. അതായത് അതിനെ കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഇതിനെ കീറി മുറിച്ചിട്ട് നശിപ്പിച്ച് കളയുക, ഡിസ്ട്രോയ് ചെയ്യുക. അതാണ് ഷ്രെഡിങ് അല്ലെങ്കിൽ മ്യൂട്ടിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കാറ്റഗറി 4 വേസ്റ്റ് ഷാർപ്പ്, ബ്ലൂ ഓർ വൈറ്റ്, ട്രാൻസ്ലന്റ്, പഞ്ചർ പ്രൂഫ് ആണ്. then അതിന്റെ ഡിസ്ഇൻഫെക്ഷൻ രീതി എന്ന് പറയുന്നത് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാം, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, മ്യൂട്ടിലേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് കാറ്റഗറി 5 നോക്കാം. കാറ്റഗറി 5 എന്ന് പറയുന്നത് ഡിസ്കാർഡഡ് മെഡിസിൻ ആൻഡ് സൈറ്റോടോക്സിക് ഡ്രഗ്സ്. ഡിസ്കാർഡഡ് മെഡിസിൻ അല്ലെ, അതായത് ഇതൊക്കെയാണ് നോക്കാം കേട്ടോ. വേസ്റ്റ് മേക്കപ്പ് ഓഫ് വേസ്റ്റഡ്, അതായത് പാഴായിട്ടുള്ള പലതരത്തിലുള്ള വേസ്റ്റുകള്. then contaminated and out of date medicines, ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസുകൾ അല്ലെ, മെഡിസിൻസുകളാകാം, വാക്സിനുകളാകാം, ഇതൊക്കെയാണ് ഡിസ്കാർഡഡ് മെഡിസിൻ ആൻഡ് സൈറ്റോടോക്സിക് ഡ്രഗ്. സൈറ്റോടോക്സിക് ഡ്രഗ്സ് എന്ന് വെച്ചാൽ അറിയാലോ, വിഷാംശമുള്ള മെഡിസിൻസുകൾ. നമ്മൾ പറഞ്ഞു ക്യാൻസറിനും അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻസുകൾ. ഇതിന് നമ്മൾ നിക്ഷേപിക്കുന്ന കളർ കോഡ്, കണ്ടെയ്നറിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗ് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗ്. ബ്ലാക്ക് കളറിലോ അല്ലെങ്കിൽ റെഡിലോ നമുക്ക് ഡിസ്കാർഡഡ് മെഡിസിന് കണ്ടെയ്നർ കോഡ് നിക്ഷേപിക്കാം. ഇനി അതിന് നമ്മള് ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻസിനറേഷൻ, ഡിസ്ട്രക്ഷൻ ആൻഡ് ഡ്രഗ്സ് ഡിസ്പോസൽ ഇൻ സെക്യൂർഡ് ലാൻഡ്ഫിൽസ്. ഇൻസിനറേഷൻ ടെക്നോളജിയും ഉപയോഗിക്കാം, ഓർ ലാൻഡ്ഫിൽ ചെയ്യാന്ന്, സെക്യൂർഡ് ആയിട്ടുള്ള രീതിയിൽ ലാൻഡ്ഫിൽ ചെയ്യാന്ന്. നമ്മൾ 2 രീതിയിൽ ലാൻഡ്ഫിൽ പഠിച്ചോ? അതിൽ സെക്യൂർഡ് ആയിട്ടുള്ള രീതി ഏതാണ്? പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ടെക്നോളജി അല്ലെങ്കിൽ ഡിസ്പോസൽ മെത്തേഡില് ലാൻഡ്ഫില്ല് 2 ടൈപ്പാണ് ലാൻഡ്ഫിൽ മെത്തേഡ് എന്ന് പഠിച്ചു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ നോക്കട്ടെ. 2 ടൈപ്പ് ലാൻഡ്ഫില്ല് പഠിച്ചു. അതിൽ ഒന്ന് സെക്യൂർഡ് ആയിട്ടുള്ള ലാൻഡ്ഫിൽ ആണെന്ന് നമ്മൾ പഠിച്ചു. ഏതാണ് സെക്യൂർഡ് ആയിട്ടുള്ള ലാൻഡ്ഫില്ല്? ആരും ഓർക്കണില്ല? ഓപ്പൺ ആണോ സെക്യൂർഡ് ആയിട്ടുള്ളത്? യെസ്, സാനിറ്ററി ആണ്. നമ്മൾ 2 ടൈപ്പ് പഠിച്ചു, അത് ആദ്യം ഓർമ്മയുണ്ടോ നോക്കട്ടെ കേട്ടോ. 2 ടൈപ്പ് ഏതൊക്കെയായിരുന്നു ലാൻഡ്ഫിൽ പഠിച്ചത്? ഫസ്റ്റ് വൺ ഓപ്പൺ ഡംപിങ്ങും പഠിച്ചു. സെക്കൻഡ് വൺ ഏതായിരുന്നു? സാനിറ്ററി ലാൻഡ്ഫില്ലും. ഓപ്പൺ ഡംപിങ് നമ്മൾ പറഞ്ഞത് എന്താണ്? തുറസായ സ്ഥലത്ത് നേരെ എന്ത് ചെയ്യാ, ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതാണ് ഓപ്പൺ ഡംപിങ്. പക്ഷെ നമ്മൾ സാനിറ്ററി ലാൻഡ്ഫിൽ പറഞ്ഞത് ലെയർ ആയിട്ട് തിരിച്ച്, അല്ലേ? ഓർക്കുന്നുണ്ടോ? ഇപ്പൊ ഓർമ്മ വന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ലെയർ ആയിട്ട് നമ്മൾ പാളികളായിട്ട് തിരിച്ചിട്ടാണ്, ഇൻഫെക്ഷൻ ഒക്കെ മാറ്റിയിട്ടാണ് നമ്മൾ ലെയർ ആയിട്ട് നമ്മൾ തിരിക്കുന്നത്, വേസ്റ്റുകൾ ലാൻഡ്ഫിൽ ചെയ്യുന്നത്. കണ്ടോ അവിടെ നോക്കിയേ, ഡിസ്ട്രക്ഷൻ ആൻഡ് ഡ്രഗ്സ് ഡിസ്പോസൽ സെക്യൂർഡ് ലാൻഡ്ഫിൽ. അപ്പൊ ഈ സെക്യൂർഡ് ലാൻഡ്ഫിൽ എന്ന് പറയുന്നത് ഏതാണ്? സാനിറ്ററി ലാൻഡ്ഫില്ലാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ കാറ്റഗറി 5 നമ്മൾ പഠിച്ചു ഡിസ്കാർഡഡ് മെഡിസിൻ ആണ്. then ബ്ലാക്ക് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗിലാണ് നമ്മൾ അതിനെ നിക്ഷേപിക്കുന്നത്. ഇനി അതിന്റെ ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഇൻസിനറേഷൻ ചെയ്യാം, അല്ലെങ്കിൽ സെക്യൂർഡ് ആയിട്ടുള്ള ലാൻഡ്ഫിൽ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? കാറ്റഗറി 5 പഠിച്ചോ? കാറ്റഗറി 4 and 5. ഓക്കെ, ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കി. കാറ്റഗറി 4 കാറ്റഗറി 5 വായിക്കാം കേട്ടോ.
വായിച്ചോ കാറ്റഗറി 4 and 5? വായിക്കുമ്പോ ഒപ്പം പഠിച്ചു കൂടി പോയിക്കോളൂ കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കാം. കാറ്റഗറി 6. കാറ്റഗറി 6 പറയുന്നത് സോയിൽഡ് വേസ്റ്റ് ആണ്. സോയിൽഡ് വേസ്റ്റ് നോക്കാട്ടോ, മലിനപ്പെട്ട വേസ്റ്റുകൾ, മലിനമായിട്ടുള്ള വേസ്റ്റുകൾ. സോയിൽഡ് വേസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കിയേ, items polluted with bodily fluids include cotton, bandage, soiled plaster cuts, linens, beds and blood contaminated items. അതായത് പേഷ്യൻസിന്റെ ഇതുപോലെ ബ്ലഡ് കലർന്നിട്ടുള്ള വസ്തുക്കൾ, അതുപോലെ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻക്ലൂഡ് കോട്ടൺ തുണികള്, ബാൻഡേജ്, പ്ലാസ്റ്റർ, അങ്ങനെയുള്ള ഐറ്റംസുകൾ. ഓക്കെ, ഇതാണ് സോയിൽഡ് വേസ്റ്റിൽ പറയുന്നത്. കാറ്റഗറി 6 ആണ് സോയിൽഡ് വേസ്റ്റ്. ദെൻ അതിനെ നമ്മൾ നിക്ഷേപിക്കുന്ന കണ്ടെയ്നറിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗ്. യെല്ലോയിലും നിക്ഷേപിക്കാം, റെഡ് പ്ലാസ്റ്റിക് ബാഗിലും നിക്ഷേപിക്കാം. ഇനി അതിന് നമ്മൾ ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻസിനറേഷൻ ചെയ്യാം, ഓട്ടോക്ലേവിംഗ് ആൻഡ് മൈക്രോവേവിംഗ്. 3 രീതിയിലാണ് ഡിസ്പോസൽ മെത്തേഡ്: ഇൻസിനറേഷൻ, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്. ഓക്കെ, കാറ്റഗറി 6 സോയിൽഡ് ആണ്. യെല്ലോ ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗ്, ഇൻസിനറേഷൻ, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്. ഓക്കെ, ഇനി കാറ്റഗറി 7. കാറ്റഗറി 7 സോളിഡ് വേസ്റ്റ്. 6ഉം 7ഉം മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. 6 എന്ന് പറയുന്നത് സോയിൽഡ് ആണ്. ഓക്കെ, കണ്ടോ, അവിടെ നമുക്ക് കൺഫ്യൂഷൻ വരും. 7 സോളിഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു രീതിയിൽ പഠിച്ചു വെക്കണം. കാരണം എപ്പോഴും പലർക്കും ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആൻസർ ചെയ്യുമ്പോൾ മാറിപ്പോകുന്ന ഒരു കാര്യമാണ് ഇത്. സോയിൽഡ്, സോളിഡ്. ആദ്യം സോയിൽഡ് ആണ്, അപ്പൊ 6 സോളിഡ് ആണ്, സോയിൽഡ് ആണ്. ദെൻ കാറ്റഗറി 7 സോളിഡ്. ഓക്കെ, സോളിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖര രീതിയിലുള്ള മാലിന്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിസ്പോസബിൾ പ്രൊഡക്ട്സ് അതർ ദാൻ ഷാർപ്പ് വേസ്റ്റ് ഇൻക്ലൂഡിങ് ട്യൂബിംഗ്, കത്തീറ്റേഴ്സ്, ഇൻട്രാവീനിയസ് സിസ്റ്റം എക്സെട്ര. അതായത് നമ്മുടെ പേഷ്യൻസിന് ട്യൂബുകള്, കത്തീറ്റർ, അതുപോലെ IV, ഇൻട്രാവീനിയസ്, ഇതൊക്കെയാണ് സോളിഡ് വേസ്റ്റിൽ വരുന്നത്. സോളിഡ് വേസ്റ്റ് നമ്മൾ നിക്ഷേപിക്കുന്ന കണ്ടെയ്നറിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് റെഡ് പ്ലാസ്റ്റിക് ബാഗ്. ഓൺലി റെഡിൽ മാത്രമാണ് നമ്മൾ സോളിഡ് വേസ്റ്റുകൾ നിക്ഷേപിക്കുന്നത്. ഇനി അതിന്റെ ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറയുന്നത് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാം, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ് ആൻഡ് മ്യൂട്ടിലേഷൻ ആൻഡ് ഷ്രെഡിങ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കീറി മുറിച്ചതിനെ നശിപ്പിച്ച് കളയുക. ഓക്കെ, അപ്പൊ കാറ്റഗറി 7 സോളിഡ്, 6 സോയിൽഡ്. മാറിപ്പോകരുതും, പറഞ്ഞത് പഠിക്കണം കേട്ടോ. സോയിൽഡ്, ആദ്യം സോയിൽഡ് ആണ് 6, ദെൻ കാറ്റഗറി 7 സോളിഡ് ആണ്. ഓക്കെ, ദെൻ കാറ്റഗറി 8 നോക്കാം. ലിക്വിഡ് വേസ്റ്റ്, ലിക്വിഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ. Waste produced by laboratory activities as well as washing, cleaning, housekeeping and disinfection task. Okay, അതായത് എന്താണ് ഇവിടെ പറയുന്നത്? ലിക്വിഡ് ആയിട്ടുള്ളവ മീൻസ് വെള്ള രൂപത്തിലുള്ളത്. അതായത് നമ്മൾ ലബോറട്ടറി പ്രവർത്തനങ്ങളിൽ ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതും, അതുപോലെ വാഷ് ചെയ്യുന്നതും, ഹൗസ് കീപ്പിംഗ്, അതായത് അറിയാലോ നമ്മൾ ഹോസ്പിറ്റലിലെ ക്ലീനിങ് സെക്ഷനിലേക്കുള്ള വേസ്റ്റുകൾ. സോ ലിക്വിഡ് ആയതിനാൽ തന്നെ അവിടെ ഒരു കണ്ടെയ്നറിൽ നമുക്ക് ഒരിക്കലും ലിക്വിഡിനെ നിക്ഷേപിക്കാനായിട്ട് പറ്റില്ല, അല്ലെ? കണ്ടെയ്നറിൽ സൂക്ഷിക്കാൻ പറ്റില്ല. സോ അവിടെ കണ്ടെയ്നർ പറയുന്നില്ല. ദെൻ ഡിസ്പോസൽ ചെയ്യുന്നത് ഡിസിൻഫെക്ടിങ് ബൈ കെമിക്കൽ ട്രീറ്റ്മെന്റ്. നമ്മൾ പറഞ്ഞ പോലെ ക്ലോറിനോ അല്ലെങ്കിൽ ഫിനോയിലോ അങ്ങനെയൊക്കെ ഒഴിച്ചിട്ട് ഡിസിൻഫെക്ടിങ് ചെയ്യാം. ആൻഡ് ഡിസ്ചാർജിങ് ടു ഡ്രെയിൻസ്. ഡിസിൻഫെക്ട് ചെയ്തിട്ട് നമുക്ക് ഡ്രെയിനേജിലൂടെ ഒഴുക്കി വിടാവുന്നത്. വെള്ളം ലിക്വിഡ് ആയിട്ടുള്ളതല്ലേ, അപ്പൊ നമ്മൾ ഒരു കണ്ടെയ്നറിലൊന്നും നിക്ഷേപിക്കേണ്ട കാര്യമില്ല, ഡ്രെയിനേജിലോട്ട് നമ്മൾ അതിനെ ഒഴുക്കി വിടുന്നു. ഓക്കെ, ഇതാണ് കാറ്റഗറി 8 പറയുന്നത്, ലിക്വിഡ് ആണ്. ദെൻ നമ്മുടെ പ്രത്യേകം കോഡ് ഒന്നും പറയാനില്ല. ദെൻ അതിനെ നമ്മൾ ഡിസ്പോസൽ എന്ന് പറയുന്നത് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഡ്രെയിനേജിൽ കൂടി ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ, അപ്പൊ കാറ്റഗറി 5 വരെയാണ് നമ്മൾ വായിച്ചത്. ദെൻ കാറ്റഗറി 6, 7, 8 മൂന്നും ഒന്ന് പെട്ടെന്ന് വായിക്കാം. 6, 7 മാറിപ്പോകരുതും. 6 സോളിഡ് ആണ്,
7 സോളിഡ്. ഓക്കെ, 6ഉം 7ഉം 8ഉം വായിച്ചു നോക്കുക കേട്ടോ. വായിക്കുമ്പോൾ നിങ്ങളത് മാക്സിമം ഒന്ന് പഠിക്കുക, അറ്റ്ലീസ്റ്റ് പേരെങ്കിലും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, വായിച്ചു എല്ലാവരും. 6ഉം 7ഉം 8 ആണ് കേട്ടോ കാറ്റഗറി വായിക്കാൻ പറഞ്ഞത്. ഇനി കാറ്റഗറി നമ്പർ 9 നോക്കാം. കാറ്റഗറി 9ൽ വരുന്നത് ഇൻസിനറേഷൻ ആഷ്, അതായത് കത്തിച്ചിട്ട് കഴിഞ്ഞിട്ടുള്ള ചാരം നോക്കാം. ആഷ് ഫ്രം ഇൻസിനറേഷൻ ഓഫ് എനി ബയോമെഡിക്കൽ വേസ്റ്റ്, ഏതെങ്കിലും ബയോമെഡിക്കൽ വേസ്റ്റുകൾ കത്തിച്ചു കഴിഞ്ഞിട്ടുള്ള ചാരം, അതാണ് കാറ്റഗറി 9 ഇൻസിനറേഷൻ ആഷ്. ദെൻ അതിന് നമ്മൾ കളർ കോഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗിലായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, ചാരം അല്ലെ, ആഷ് എന്ന് പറയുമ്പോൾ ചാരം അല്ലെ, റാഷ് കളർ ആണ്. അപ്പൊ അത് ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗ് ആയിരിക്കും. ദെൻ ഡിസ്പോസൽ ചെയ്യുന്നത് മുനിസിപ്പൽ ലാൻഡ്ഫിൽ ആണ്. മുനിസിപ്പൽ ലാൻഡ്ഫിൽ നമ്മൾ പറഞ്ഞു, മുനിസിപ്പലിന്റെ ഏതെങ്കിലും അഴിഞ്ഞ പ്രദേശത്തുണ്ടെന്ന് നമ്മൾ ലാൻഡ്ഫിൽ ചെയ്യുന്നു. Then last one, category number 10. Category 10ൽ വരുന്നത് കെമിക്കൽ വേസ്റ്റ് ആണ്. Chemicals used in the manufacture of biological products. Chemical used clean surface. Chemical used pesticide. അതായത് നമ്മൾ പെസ്റ്റിസൈഡ് എന്ന് വെച്ചാൽ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ എന്താണ് ബയോളജിക്കൽ പ്രൊഡക്ട്സുകളൊക്കെ ഉപയോഗിക്കുന്നതും കെമിക്കൽ ക്ലീൻ സർഫേസസ്, അതായത് നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന കെമിക്കൽ ആയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ. അപ്പോൾ ഇതും നമ്മൾ നിക്ഷേപിക്കുന്നത് ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗിലായിരിക്കും. Then നമ്മൾ അതിനെ ചെയ്യുന്നത് കെമിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്ചാർജ് ടു ഡ്രെയിനേജ് ഫോർ ലിക്വിഡ്സ് ആൻഡ് സെക്യൂർഡ് ലാൻഡ്ഫിൽ ഫോർ സോളിഡ്. സോളിഡ് ആയിട്ടുള്ളവയെ നമ്മൾ ലാൻഡ്ഫിൽ ചെയ്യുന്നു, സെക്യൂർ ലാൻഡ്ഫിൽ ചെയ്യും. ലിക്വിഡ് ആയിട്ടുള്ള വേസ്റ്റ് ആണെങ്കിലോ നമ്മൾ അത് ഡ്രെയിനേജിലോട്ട് ഒഴുക്കി വിടുന്നു. ഓക്കെ, അപ്പൊ കാറ്റഗറി 9 ഇൻസിനറേഷൻ ആണ്, കാറ്റഗറി 10 കെമിക്കൽ വേസ്റ്റ്. ഓക്കെ, നമുക്കൊന്ന് ഫസ്റ്റ് തുടങ്ങിയ ഒരു ടേബിൾ ഒന്ന് പഠിക്കാം. ടേബിളിൽ നമുക്ക് ആദ്യം ആ 10 പേരുകൾ ഒന്ന് പഠിച്ചെടുക്കാം അല്ലെ. ആദ്യം നമുക്ക് ആ പേരുകൾ തന്നെ ഒന്ന് പഠിക്കണം. കാറ്റഗറി നമ്പറും അതിന്റെ പേരുകളും നിങ്ങൾ പഠിക്കാം, ഇത് കമ്പൽസറി ആയിട്ട് പഠിച്ചു വെക്കാം. ദെൻ അതിന്റെ കളർ കോഡും പഠിക്കണം, മെത്തേഡും പഠിക്കണം. അറ്റ്ലീസ്റ്റ് ഒന്നും പഠിക്കാത്തവര് പേരെങ്കിലും പഠിച്ചു വെക്കണം. ഓക്കെ, പേരുകൾ നമുക്കൊന്ന് നോക്കാം. കാറ്റഗറി 1 ഏതായിരുന്നു? ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ്. കാറ്റഗറി 2 അനിമൽ വേസ്റ്റ്. Then 3 microbiology. 4 waste sharp. Then 5 discarded medicine. 6 solid. 7 solid. 8 liquid. അത് മൂന്നും ഒരേ ടോണിൽ നമുക്ക് പഠിച്ചു പോകാം അല്ലെ. 6, 7, 8 solid, liquid പഠിച്ചോ. Then 9 incineration ash. Then 10 chemical waste. 2 പ്രാവശ്യം ആ പേരുകൾ മാത്രം ഒന്ന് പഠിച്ചു നോക്കി, വായിച്ചു നോക്കി. 5 പ്രാവശ്യം വായിക്കണം കേട്ടോ. പഠിച്ചിരിക്കണം, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിന് വേണ്ടി ടൈം തരുന്നത്. പെട്ടെന്നൊന്ന് വായിക്കും, 5 പ്രാവശ്യം പേരുകൾ മാത്രം ഒന്ന് പഠിക്കാം. കോഡ് പഠിക്കണം കേട്ടോ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് പേരുകൾ മാത്രം നിങ്ങളൊന്ന് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പേരുകൾ മാത്രം ഒന്ന് പഠിക്കാം. 1, 2, 3, 10 വരെയും പഠിക്കാം. 6, 7, 8 നല്ല എളുപ്പമാണ്. സോളിഡ്, ലിക്വിഡ്. ഓക്കെ, പച്ചവെള്ളം പോലെ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും അത് പറയാൻ പറ്റണം കേട്ടോ പേരുകൾ. പെട്ടെന്ന് നോക്കിക്കോളൂ.
വായിച്ചോ? 5 വട്ടം വായിച്ചോ എല്ലാവരും? പഠിച്ചോ എല്ലാവരും? ഓക്കെ, ഒരുവിധം പഠിച്ചിട്ടുണ്ടോ? ഒരു 5 കാറ്റഗറി 5 വരെയും പഠിച്ചോ? കംപ്ലീറ്റ് പഠിച്ചവർ എത്ര പേരുണ്ട്? കംപ്ലീറ്റ് പഠിച്ചോ? 10 പേര് മാത്രം ഉണ്ട് ഞാൻ പഠിക്കാൻ പറഞ്ഞത്. കംപ്ലീറ്റ് പഠിക്കണം ടേബിള്, എങ്കിലും അറ്റ്ലീസ്റ്റ് ആ കാറ്റഗറി 10 വരെ പഠിച്ചിരിക്കണം. ഓക്കെ, ഇതിന് വേണ്ടിയാണ് ഞാൻ സമയം തന്നത് നിങ്ങൾക്ക്. ഓക്കെ, കുഴപ്പമില്ല, പഠിച്ചിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് ചെയ്യാത്തവര് പഠിക്കണോട്ട് ഇമ്പോർട്ടന്റ് ആണ് അത്. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകാം. ലാസ്റ്റ് വൺ ടൈം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞ് ഒന്നും കൂടി നമുക്കൊന്ന് ടേബിൾ പഠിക്കാം. ഓക്കെ, നോട്ട് ചെയ്തിട്ട് വേണ്ടോ താഴെ? കാറ്റഗറി 8 and 10 ലിക്വിഡ് ഡു നോട്ട് റിക്വയർ കണ്ടെയ്നർ ഓർ ബാഗ്. നമ്മൾ പറഞ്ഞു കാറ്റഗറി 8 ലിക്വിഡ് ആയതുകൊണ്ട് കണ്ടെയ്നർ പറയുന്നില്ല. അതുപോലെ തന്നെ 10ലും ലിക്വിഡ് ആയിട്ടുണ്ട്, സോളിഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. സോളിഡിനാണ് നമ്മൾ ബ്ലാക്ക് കളർ ഉപയോഗിക്കുന്നത്. ലിക്വിഡ് ആണെങ്കിൽ വേറെ നമ്മൾ എക്സ്ട്രാ കണ്ടെയ്നർ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇനി അടുത്ത സെക്ഷൻ നോക്കാം, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. അപ്പൊ നമ്മൾ ബയോമെഡിക്കൽ ഏതൊക്കെയാണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ അങ്ങനെ സ്റ്റോറേജ് ചെയ്യുന്നതും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതിന്റെ കുറച്ച് പ്രോസസ്സാണ് നമുക്ക് ഇനി പഠിക്കാനായിട്ടുള്ളത്. നോക്കാം. Unprocessed biomedical waste must be carried only specially arranged vehicle like trolleys or covered wheelbarrows. അതായത് അൺപ്രോസസ്ഡ് ബയോമെഡിക്കൽ വേസ്റ്റ്, പ്രോസസ്സ് ചെയ്യാത്ത ഇൻഫെക്ഷനോട് കൂടിയിട്ടുള്ള ബയോമെഡിക്കൽ മാലിന്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ ക്യാരി ചെയ്തത് സ്പെഷ്യലി അറേഞ്ച്ഡ് വെഹിക്കിൾസിലായിരിക്കുന്നത്. അതായത് ട്രോളി പോലുള്ള കവേർഡ് വീൽബാരോ, അതായത് നമ്മൾ ഈ വേസ്റ്റ് കൊണ്ടുപോകുന്ന സ്പെഷ്യൽ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. സോ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വീൽബാരോസിലാണ് നമ്മൾ ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങളെ കൊണ്ടുപോകുന്നത്. The bags container holding biomedical waste have to be tied before transportation. അപ്പൊ നമ്മൾ ഈ വണ്ടിയിൽ ചിലപ്പോൾ ബാഗ്സിലായിരിക്കാം ഈ കണ്ടെയ്നറെ പാടെയാണ് നമ്മൾ ഈ വണ്ടിയിൽ കൊണ്ടുപോകുന്നത് വേസ്റ്റുകള്. സോ ആ ടൈമില് ടു ബി ടൈഡ് ബിഫോർ ട്രാൻസ്പോർട്ടേഷൻ, ട്രാൻസ്പോർട്ടേഷന് മുൻപായിട്ട് നമ്മളത് വളരെ ടൈറ്റ് ആയിട്ട്, ടൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ടെയ്നറോ ബാഗോ ടൈറ്റ് ആയിട്ട് വേണം, നമ്മൾ ടൈറ്റ് ആയിട്ട് കെട്ടിയിരിക്കണം എന്ന്. അല്ലെങ്കിൽ എന്താണ്, പോകുന്ന വഴിക്ക് അത് മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട് അല്ലെ, റോഡിലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. സോ അത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രാൻസ്പോർട്ടേഷന് മുന്നായിട്ട് ടൈറ്റ് ചെയ്തിരിക്കണം. ഇനി ബിഫോർ ട്രാൻസ്പോർട്ടിംഗ് ദ ബാഗ് കണ്ടെയ്നിങ് ബയോമെഡിക്കൽ വേസ്റ്റ് ഇറ്റ് ഹാസ് ടു ബി അക്കംപൈനഡ് ബൈ എ ഡോക്യുമെന്റ് signed from nurse or doctor. ഇനി ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാലിന്യങ്ങൾ കൊണ്ടുപോവുകയാണ് വണ്ടിക്ക്. സോ ഈ കൊണ്ടുപോകുന്ന ടൈമില് ഈ ഡ്രൈവർ കൊണ്ടുപോകുന്ന ആ ഒരു ഡ്രൈവറുടെ കയ്യിൽ ഒരു ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കണം എന്ന്. അതായത് ചെക്കിങ് കാര്യങ്ങളൊക്കെ വരും അല്ലെ. അപ്പൊ നമ്മളുടെ കയ്യിൽ ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. ആ ഡോക്യുമെന്റില് ആ ഹോസ്പിറ്റലിലെ നേഴ്സ് ഓർ ഡോക്ടറിന്റെ സൈൻ ഉണ്ടായിരിക്കണം. ദെൻ ആ ഒരു ഡോക്യുമെന്റില് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത്. Include date, shift, quantity and destination. അന്നത്തെ ദിവസത്തിലെ ഡേറ്റ്, then shift എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്, ക്വാണ്ടിറ്റി മാലിന്യം എത്രത്തോളം ഉണ്ട് അതിന്റെ അളവ്, then destination ഏത് പ്ലേസിലേക്കാണ് നമ്മളത് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആ ഡോക്യുമെന്റിൽ ഉണ്ടായിരിക്കണം. സോ നമ്മൾ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ചെക്കിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കാണിക്കണം. ദെൻ ഡെസ്റ്റിനേഷൻ ചെയ്യുന്നിടത്ത് നമ്മൾ ആ ഡോക്യുമെന്റേഷൻ കൊടുക്കുന്നു. Then specialized vehicles need to be well enclosed. ഈ വെഹിക്കിൾ മാലിന്യം കൊണ്ടുപോകുന്ന വെഹിക്കിൾ വെൽ എൻക്ലോസ്ഡ് ആയിരിക്കണം. ക്ലോസ് ചെയ്ത് വേണം ഇരിക്കാൻ, അതായത് ഓപ്പൺ ചെയ്ത് പോകാൻ, ഓപ്പൺ ആയിട്ട് പോകാൻ പാടില്ല. It should also be possible to wash the interior of the container completely. അതുപോലെ ഈ മാലിന്യങ്ങൾ എടുത്തു കളഞ്ഞതിന് ശേഷം, നമ്മൾ അത് നിക്ഷേപിച്ചതിന് ശേഷം ഈ കണ്ടെയ്നർ കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കണമെന്ന്. ആ കണ്ടെയ്നർ ഉണ്ടല്ലോ, വേസ്റ്റ് ഇട്ടത് കണ്ടെയ്നർ വാഷ് ചെയ്യാനായിട്ടുള്ളൊരു സജ്ജീകരണങ്ങൾ ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഒരു വേസ്റ്റ്, ബയോമെഡിക്കൽ വേസ്റ്റിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുകൂടി പറയാം.
അപ്പൊ നമ്മള് അൺപ്രോസസ്ഡ് ആയിട്ടുള്ള, അതായത് ഇൻഫെക്ഷനോട് കൂടിയിട്ടുള്ള മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നത് സ്പെഷ്യൽ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള വെഹിക്കിൾസിലാണ്. ദെൻ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ഈ ബാഗും കണ്ടെയ്നറും നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് അതിനെ ഹോൾഡ് ചെയ്തിരിക്കണം. ദെൻ ട്രാൻസ്പോർട്ടിന് മുൻപ് നമ്മള് ഒരു ഡോക്യുമെന്റ്, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആളുടെ ഒപ്പം ഡോക്യുമെന്റ് ഉണ്ടായിരിക്കും. ഡോക്യുമെന്റിൽ സൈൻ ചെയ്യുന്നത് നഴ്സ് അല്ലെങ്കിൽ ഡോക്ടറിന്റെ സൈൻ ഉണ്ടായിരിക്കണം. ഡോക്യുമെന്റിൽ ഡേറ്റ്, ടൈം, ഷിഫ്റ്റ് എന്ന് വെച്ചാൽ ആ ഷിഫ്റ്റ് ടൈം ആണ് കേട്ടോ, കൊണ്ടുപോകുന്ന ഒരു ടൈമാണ്. ദെൻ ക്വാണ്ടിറ്റി, എത്രത്തോളം വേസ്റ്റുകൾ നമ്മൾ കൊണ്ടുപോകുന്നു. ദെൻ ഡെസ്റ്റിനേഷൻ, എവിടേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഡോക്യുമെന്റ്സിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ട്രാൻസ്പോർട്ടേഷൻ എന്തൊക്കെയാണെന്ന് മനസ്സിലായോ? ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് വായിക്കുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വായിക്കുക. അണ്ടർലൈൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കാം. പേഴ്സണൽ സേഫ്റ്റി ഡിവൈസസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവിടെ എംപ്ലോയീസ് ഉണ്ടാകും. സോ സേഫ്റ്റി ഡിവൈസസ് എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സേഫ്റ്റി ഡിവൈസസ് എന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ദ യൂസ് ഓഫ് പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ്, അതായത് പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് എന്ന് പറയുന്നത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ അല്ലെ, ഷുഡ് ബി മെയ്ഡ് കമ്പൽസറി ഫോർ ഓൾ സ്റ്റാഫ് ഹു ഹാൻഡിൽ വേസ്റ്റ്. സോ ഈ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ്, ദാറ്റ് ഈസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് കമ്പൽസറി ആണെന്ന് ഈ ഹോസ്പിറ്റൽ വേസ്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും ഇത് കമ്പൽസറി ആണ്. ഇനി എന്തൊക്കെയാണ് നമ്മളോട് ഉപയോഗിക്കുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് എന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഗ്ലൗസ്, ഫസ്റ്റ് വൺ ഗ്ലൗസ് ആണ്. ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസ്, ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസ്, അതായത് എന്താണ്, വളരെ നല്ലൊരു കട്ടി കൂടിയ റബ്ബർ ടൈപ്പ് ഗ്ലൗസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നോർമൽ ഗ്ലൗസ് ആണെങ്കിൽ നമ്മൾ ഷാർപ്പ് വേസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ കുത്തിക്കൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. അതിനാൽ കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള കട്ടിയുള്ള റബ്ബർ ടൈപ്പ് ഗ്ലൗസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ദിസ് ഷുഡ് ബി ബ്രൈറ്റ്ലി യെല്ലോയിഷ് ഇൻ കളർ. യെല്ലോ എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. യെല്ലോ കളറിലെ ഗ്ലൗസ് ആണ് നമ്മൾ കൂടുതലും ഇവിടെ ഉപയോഗിക്കുന്നത്. After handling the waste, the gloves should be washed 2 times. നമ്മൾ ഒരു വട്ടം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് 2 times വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ എടുത്ത്, മീൻസ് അടുത്ത നെക്സ്റ്റ് ടൈം നമ്മൾ അത് 1 time യൂസ് ഉള്ളതല്ല, കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള റബ്ബർ ടൈപ്പ് ഗ്ലൗസ് ആണ്. സോ വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. ഉപയോഗശേഷം അതിനെ 2 times വാഷ് ചെയ്തിരിക്കണം. The gloves should be washed after each use with soap and disinfectant.
സോപ്പ് ഉപയോഗിച്ചും അല്ലെങ്കിൽ എന്താ ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിച്ചും വേണം 2 ടൈംസ് 2 പ്രാവശ്യം അതിനെ വാഷ് ചെയ്യണം. Then the size should fit the operator. ഇനി ഗ്ലൗസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കയ്യിലത് ഓപ്പറേറ്ററിന് ടൈറ്റ് ആയിട്ടുള്ള ഫിറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഗ്ലൗസ് വേണം ഉപയോഗിക്കാൻ. കാരണം അത് ലൂസ് ആണെങ്കിൽ നമുക്ക് അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവുന്നില്ല അല്ലേ. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ടൈറ്റ് ആയിട്ടുള്ള ഫിറ്റ് ആയിട്ടുള്ള ഗ്ലൗസ് തന്നെ എപ്പോഴും ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ അത് ഒരു കാര്യം യെല്ലോ കളർ ആണെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണേ. അണ്ടർലൈൻ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് യെല്ലോ കളറ്. ഓക്കെ, ഗ്ലൗസിന്റെ കാര്യങ്ങളിൽ ഇത്രയൊക്കെയാണ് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ പറയുന്നത് അപ്രോൺസ്, ഗൗൺസ്, സ്യൂട്ട്സ് അല്ലെ. അപ്രോൺസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കോട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ വേസ്റ്റ് എടുക്കാൻ വരുമ്പോൾ നോർമൽ ഡ്രസ്സിന്റെ പുറമേ ആയിട്ട് ഗൗൺസോ സ്യൂട്ട്സോ എന്തെങ്കിലും ധരിക്കുക അല്ലെ. ഇപ്പൊ നമ്മുടെ വീടുകളിൽ നമ്മൾ വേസ്റ്റ് എടുക്കാൻ വരാറുണ്ട് അല്ലേ. ഹരിതകർമ്മ ചേച്ചിമാര് വരില്ലേ, ഹരിതകർമ്മ സേനക്കാരെ വരാറില്ലേ, വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരില്ലേ. അവര് നോർമൽ ഡ്രസ്സിലാണോ വരുന്നത്? അവരൊരു കോട്ട് ധരിച്ചിട്ടുണ്ടാവും. എന്ത് കളറിലാണ് കോട്ട് ധരിക്കാറ്? ഗ്രീൻ കളറാണ് അല്ലെ. ഗ്രീൻ കളറിലൊരു അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു കോട്ട് ധരിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ എന്താണ്, ഗ്ലൗസും ഉണ്ടാകും. ഗ്ലൗസും അവർ ഇട്ടിട്ടുണ്ടാകും, മീൻസ് ഈ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ. മൂന്നാമതായിട്ട് പറയുന്നത് മാസ്ക്. മാസ്ക് ധരിച്ചിരിക്കണം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാസ്ക്, പലതരത്തിലുള്ള മാസ്കുകൾ ഉണ്ട്. ഏതെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്ത് ചെയ്യുക, മാസ്ക് ഉപയോഗിക്കുക. ഗൂഗിൾസോ, അതായത് നമ്മള് എന്താണ് മറ്റു കണ്ണടകൾ പോലുള്ളതോ, ദെൻ ഫേസ് ഷീൽഡ്, ഫേസ് കവർ ചെയ്യുന്ന ടൈപ്പ്. അതുപോലെ വി വോണ്ട് അലോൺ ഇൻ അവർ കമ്പെയിൻ, മീൻസ് അത് ഒരുമിച്ചോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ധരിക്കാവുന്ന. ഇറ്റ് ഗിവ് എ പ്രൊട്ടക്റ്റീവ് ബാരിയർ, ഇത് നമുക്കൊരു സംരക്ഷണമാണ്. ഇറ്റ് ഈസ് കമ്പൽസറി ഫോർ പേഴ്സണൽ ഹു വർക്ക് ഇൻ ഇൻസിനറേറ്റർ ചേംബർ to put on a mask that covers both nose and mouth if possible. A gas mask with filters. അതായത് ഇത് കൂടുതലും മാസ്ക് ധരിക്കണം എന്ന് പറയുന്നത് ഇൻസിനറേഷൻ ചേംബറിൽ പ്രവർത്തിക്കുന്നവർക്കാണ്. അതായത് നമ്മൾ ഈ വേസ്റ്റുകൾ കത്തിക്കുന്ന ചേംബർ ഉണ്ടല്ലോ, ഇൻസിനറേഷൻ ചേംബർ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനാണ് കൂടുതലും മാസ്ക് ആവശ്യമായിട്ട് വരുന്നത്. അതായത് അവരുടെ എന്താണ് മുക്കുപായും കവർ ചെയ്തിട്ടുള്ള ഫേസ് ഷീൽഡ് മാസ്കുകളൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ ഗ്യാസ് മാസ്ക് വിത്ത് ഫിൽറ്റേഴ്സ്, അതായത് ഫിൽട്ടർ ചെയ്തെടുക്കുന്ന മാസ്ക് ഉണ്ട്, കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ ടൈപ്പ് ഫിൽട്ടർ ചെയ്തിട്ടുള്ള മാസ്കുകൾ. ഇത്തരം മാസ്കുകൾ ഉപയോഗിക്കേണ്ടത് ചേംബറിൽ നിൽക്കുന്നവരാണ്, ഇൻസിനറേഷൻ ചേംബറിൽ നിൽക്കുന്നവരാണ് എന്ത് മാസ്ക് നിർബന്ധമായിട്ടും ധരിച്ചിരിക്കുന്നത്. ഇനി ബൂട്ട്സ്, നാലാമതായിട്ട് നമ്മൾ ധരിക്കേണ്ടത് ബൂട്ട്സ്. Leg covering boots or shoe covers give greater safety to skin when splashes or large quantities of contaminated waste to have been dealt with. അതായത് ഈ കണ്ടാമിനേറ്റഡ് സ്പ്ലാഷസുകൾ, അതായത് ഇപ്പൊ വേസ്റ്റുകൾ കത്തിക്കുമ്പോൾ തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ സ്കിന്നിലോട്ടൊന്നും തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബൂട്ട് ലെഗ്സ്, നമ്മുടെ ബൂട്ട്സ് ധരിക്കുന്നത്. മുട്ട് വരെയൊക്കെ കവർ ചെയ്തിട്ടുള്ള തരത്തിലുള്ള ബൂട്ട്സുകൾ. The boots should be rubber, soled and anti-skid type. ഇനി ബൂട്ട്സ് നമ്മൾ പറഞ്ഞു റബ്ബർ ടൈപ്പ് ആയിരിക്കണം, അത്യാവശ്യം നല്ല കട്ടിയുള്ള ടൈപ്പ് ആയിരിക്കണം, ആന്റി സ്കിഡ് ആയിരിക്കണം. അതായത് റബ്ബർ ടൈപ്പ് കുറച്ച് കട്ടിയുള്ളത്, മീൻസ് നമുക്ക് സ്കിഡ് ആവാത്ത രീതിയിലുള്ളത്, തെന്നിപ്പോകാത്ത രീതിയിലുള്ള അത്യാവശ്യം നല്ല റബ്ബർ ടൈപ്പ് കട്ടിയുള്ള ടൈപ്പ് ബൂട്ട്സ് ആയിരിക്കണം. They should cover the leg up to the ankle. ആംഗിൾ വരെ അത് കവർ ചെയ്തിരിക്കുന്ന ടൈപ്പ് ബൂട്ട്സ് ആയിരിക്കണം. നിങ്ങൾ സേഫ്റ്റി ബൂട്ട്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്ന ഒരു ബ്ലാക്ക് കളറൊക്കെ ആയിരിക്കും കൂടുതലും, കണ്ടിട്ടുണ്ടോ? അത്യാവശ്യം അതിന് തന്നെ നല്ല വെയിറ്റ് ഉണ്ടാകും ഇല്ലേ, ബൂട്ട്സിന് തന്നെ നല്ല കട്ടി ഉണ്ടാകും. നമ്മളത് ഇടാതെ തന്നെ ബൂട്ട്സ് ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് പിടിച്ച് നോക്കുകയാണെങ്കിൽ അറിയാം നല്ല രീതിയിൽ അതിന് വെയിറ്റ് ഉണ്ടാകും അല്ലെ. അപ്പൊ അത് റബ്ബർ ടൈപ്പ് വെയിറ്റ് വേണം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ്, സ്കിന്നിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൂട്ട്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മള് ഒരു പേഴ്സണൽ സേഫ്റ്റി ബയോമെഡിക്കൽ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സേഫ്റ്റി ഡിവൈസസ് ആണ് ഗ്ലൗസ് ധരിക്കുക, അപ്രോൺസ്, ഗൗൺസ്, സ്യൂട്ട്സ്, മാസ്ക്, ബൂട്ട്സ്. ഓക്കെ, ഗ്ലൗസിൽ നമ്മൾ പറഞ്ഞു റബ്ബർ ടൈപ്പ് ആയിരിക്കണം, യെല്ലോ കളർ ആണ്, 2 ടൈപ്സ് വാഷ് ചെയ്യാം. ദെൻ മാസ്കില് ഗൂഗിൾസ്, പല രീതിയിലുള്ള ഫേസ് ഷീൽഡ് മാസ്ക് ധരിക്കാം. ബൂട്ട്സ് നമ്മള് ആംഗിൾ leg up to the ankle type ആയിരിക്കണം, ആന്റി സ്കിഡ് ആയിരിക്കണം, റബ്ബർ ടൈപ്പ് ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? പേഴ്സണൽ സേഫ്റ്റി ഡിവൈസസ് എളുപ്പമാണത്, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെ കുറിച്ചാണ് പറയുന്നത്. ദെൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പേഴ്സണൽ സേഫ്റ്റി ഡിവൈസസ്.
സെക്കൻഡ് പോയിന്റ് ആണോ? സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാല് അപ്രോൺസ്, ഗൗൺസ്, സ്യൂട്ട്സ് ധരിക്കാന്ന്. അതായത് നമ്മൾ പറഞ്ഞില്ലേ വേസ്റ്റ് എടുക്കാൻ വരുന്നവർ കോട്ട് ധരിക്കാറുണ്ട് അല്ലെ? അതിനാണ് ഈ എപ്രോൺസ് എന്ന് പറയുന്നത്. കോട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗൗൺസ് പോലത്തതോ സ്യൂട്ട് പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കാന്ന്. നമ്മുടെ നോർമൽ വസ്ത്രത്തിന് പുറമെ മറ്റേതെങ്കിലും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ധരിക്കുന്നതാണ് അപ്രോൺസും, ഗൗൺസും, സ്യൂട്ട്സ്. കോട്ട് ധരിക്കില്ലേ വേസ്റ്റ് എടുക്കാൻ വരുമ്പോൾ? അപ്പൊ അതുപോലെയുള്ള ഗൗൺസുകളോ കോട്ട്സുകളോ ഒക്കെ ധരിക്കുക. ക്ലിയർ ആയോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ് ആണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിച്ചു. ഇനി അതിന്റെ താഴെ നോക്കാം കേട്ടോ. ഫൈനൽ ഡിസ്പോസലില് ബെനിഫിറ്റ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഇനി ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിനോടുള്ള ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് അല്ലെ? ബെനിഫിറ്റ്സ് ഉണ്ടോ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ നിങ്ങളോട് ചോദിക്കുന്നത്? യെസ്. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് നോക്കാം കേട്ടോ. ക്ലീനർ ആൻഡ് ഹെൽത്തിയർ സറൗണ്ടിങ്സ് അല്ലെ? എന്താണ്? വൃത്തിയുള്ളതും ആരോഗ്യപരമായിട്ടുള്ള ഒരു ചുറ്റുപാട്, ഒരു അന്തരീക്ഷം നമുക്ക് ലഭിക്കുന്നു. റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അക്യൂർഡ് ആൻഡ് ജനറൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസിനെയൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. Then reduction in the price of infection control within the hospital. ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കൺട്രോളിന്റെ പ്രൈസ് കുറയ്ക്കാവുന്ന. എങ്ങനെ കുറയ്ക്കാം? നല്ല രീതിയിലുള്ള വേസ്റ്റ് ഡിസ്പോസൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താണ് പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇൻഫെക്ഷനും ഒന്നും ഉണ്ടാകില്ല. സോ നമുക്ക് അതിന്റെ കോസ്റ്റും കുറയ്ക്കാം. Reduction in the probability of diseases and death due to reuse and repackaging infectious disposables. പ്രോബബിലിറ്റി ഓഫ് ഡിസീസസ്, അസുഖങ്ങളും അതുപോലെ തന്നെ മരണങ്ങളും നമുക്ക് കുറയ്ക്കാവുന്ന. എങ്ങനെ? ഡ്യൂ ടു റീയൂസ് ആൻഡ് റീപാക്കേജിംഗ് ഇൻഫെക്ഷ്യസ് ഡിസ്പോസബിൾസ്. ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ നമ്മൾ ഓൾറെഡി എടുത്തല്ലോ. ആദ്യം എടുത്തിട്ടല്ലേ നമ്മൾ ടേബിളിലേക്ക് വന്നത്? മറന്നുപോയോ? അതില്ല. നമ്മൾ ആദ്യം ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ എടുത്തതാണ്. എന്നിട്ടാണ് നമ്മൾ ഇൻസിനറേഷനും ഓരോ മെത്തേഡുകൾ പഠിച്ചു. ഓക്കെ, മറന്നുപോയോ? പഠിച്ചിട്ടാണ് നമ്മൾ ടേബിളിലോട്ട് വന്നത്. ഓക്കെ ഓക്കെ, വിട്ടുപോയിട്ടുണ്ടാവും അല്ലെ? ഓക്കെ. ദെൻ മൂന്നാമത്തെ പോയിന്റ് നോക്കാം. റിഡക്ഷൻ ദ പ്രോബബിലിറ്റി ഓഫ് ഡിസീസസ് ആൻഡ് ഡെത്ത്. അതായത് അസുഖങ്ങളും മരണങ്ങളും നമുക്ക് കുറയ്ക്കാവുന്നത്. എങ്ങനെ? ഇൻഫെക്ഷസ് ഡിസ്പോസബിളിനെ നമുക്ക് റീയൂസ് ചെയ്യാം, അല്ലെങ്കിൽ റീപാക്കേജിങ് ചെയ്തിട്ട് അണുമുക്തമാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിന് റീയൂസ് ഒക്കെ ചെയ്തെടുക്കാവുന്നത്. സോ അങ്ങനെ നമുക്ക് ഒരു പരിധി വരെ അസുഖങ്ങളെയും അതുപോലെ തന്നെ ഡെത്ത്, മരണത്തെയും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ലോ ഇൻസിഡൻസ് ഓഫ് ഒക്യുപേഷണൽ ഹെൽത്ത് പ്രോബ്ലംസ്. അതായത് ഒക്യുപേഷണൽ അവിടെയുള്ള ജോലിക്കാർക്ക് നമ്മൾ പറഞ്ഞ ഒക്യുപേഷനിലുള്ള ഹെൽത്ത് പ്രോബ്ലംസിനെ, എംപ്ലോയീസിന്റെ ഹെൽത്ത് പ്രോബ്ലംസിനെ കുറയ്ക്കാവുന്ന നല്ല രീതിയിൽ ഇതുപോലെ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒഴിവാക്കാം. Then improved image of healthcare institution and increased quality of life. അതുപോലെ തന്നെ ആ ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ, ഹോസ്പിറ്റലിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാവുന്നത് അല്ലെ? അതായത് എങ്ങനെയാണ്? നല്ല രീതിയിൽ ആ ഹോസ്പിറ്റലില് വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു ഇമേജ് ആണ് അല്ലെ? പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ലൈഫിന്റെ ആ ഒരു ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്യാന്ന്. ഇൻഫെക്ഷനും അസുഖങ്ങളൊന്നും വരാതെ നമ്മുടെ ലൈഫിൽ കുറച്ചുകൂടി ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് ഈ വേസ്റ്റ് മാനേജ്മെന്റിലൂടെ സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒന്ന് വായിച്ചു നോക്കാം. ആ പോയിന്റ്സുകൾ ഒന്ന് പഠിക്കണം, നോട്ട് ചെയ്ത് വെക്കാം. ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല, മാക്സിമം ഷോർട്ട് ആക്കിയിട്ടാണ് പോയിന്റ്സ് തന്നിരിക്കുന്നത്. ആ പോയിന്റ്സുകൾ അതുപോലെ തന്നെ ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, വായിച്ചോളൂ കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തോ? വായിച്ച എല്ലാവരും ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ബെനിഫിറ്റ്സ്. ഓക്കെ, ദെൻ നമ്മൾ ഇന്ന് പഠിച്ചത് ടേബിൾ ആണ് മെയിൻ ആയിട്ട് നോക്കിയത്. അപ്പൊ ടേബിള് പഠിക്കാത്തവരുണ്ടെങ്കിൽ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ഷുവർ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ടേബിള് ബൈഹാർട്ട് ചെയ്തതിന് മാക്സിമം പഠിക്കാൻ ശ്രമിക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ട്രാൻസ്പോർട്ടേഷനും സ്റ്റോറേജും, ദെൻ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ്, ലാസ്റ്റ് വൺ ബെനഫിറ്റ്സ്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ പഠിച്ചത്. ഇടുത്ത് അത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? പഠിച്ചു എല്ലാവരും? മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നത് ഇമേജ് എന്നുള്ളൊരു പദ്ധതിയാണ്. അതായത് നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റിനെ പ്രോപ്പർ ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ് ഇമേജ് എന്ന് പറയുന്നത്. അതിനെ കുറിച്ചാണ് നമുക്ക് ഇനി പഠിക്കാനായിട്ടുള്ളത്. അത് നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. അതില്ലേ, ഇന്ന് നമ്മൾ ടേബിൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. ഇനി കുറച്ചുപേരൊക്കെ പഠിച്ചിട്ടുണ്ട്. പഠിക്കാത്തവരുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. മാക്സിമം ഇന്ന് തന്നെ സമയം കിട്ടുന്നത് പോലെ എല്ലാവരുടെയും സിറ്റുവേഷൻ, എനിക്ക് പലരുടെയും സിറ്റുവേഷൻ ഒക്കെ അതാണല്ലോ, എങ്കിലും പറ്റുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, അത് പഠിക്കാൻ ശ്രമിക്കുക ടേബിള്. ഓക്കെ, അടുത്ത ക്ലാസ് ബയോമെഡിക്കൽ വേസ്റ്റ് ലാസ്റ്റത്തെ ഒന്നുകൂടി പറഞ്ഞുതരാവോ? ഏതായിരുന്നു? ബെനഫിറ്റ്സിലാണോ? അതെ അതെ, ലാസ്റ്റ് പോയിന്റ് ആണോ? അതെ. ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് ഹോസ്പിറ്റലിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാന്ന്. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് അത്യാവശ്യം നല്ല ക്ലീൻ സറൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ മറ്റുള്ളവരോട് പറയും അല്ലെ, അത്യാവശ്യം നല്ല ഫെസിലിറ്റികളുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ, വെൽ ക്ലീൻഡ് ആയിട്ടുള്ള സറൗണ്ടിങ് ആണ്, റൂംസ് ആണെങ്കിലും മറ്റു ഹോസ്പിറ്റലിന്റെ ചുറ്റുപാടും ഒരു വേസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ നമ്മൾ പറയുന്ന ഒരു ഇമേജ് വരും ആ ഹോസ്പിറ്റലിന് അല്ലെ. അതുപോലെ തന്നെ എന്താണ്, ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. നമ്മുടെ ലൈഫിന്റെ ഒരു ക്വാളിറ്റി കിട്ടുന്നത്, അതായത് ഇൻഫെക്ഷൻസ് കുറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് അസുഖങ്ങൾ നമുക്ക് ഇല്ലാണ്ടാവും. നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇമേജ് എന്ന് പറഞ്ഞതാണ് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു ഇതാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പറയില്ലേ, ആ ഹോസ്പിറ്റലിൽ പോയിക്കോളൂ, അവിടെ നല്ല നീറ്റിന്റെ മാത്രമല്ല കേട്ടോ, അല്ലാതെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിക്ക് പുറമെ അവിടെ വെൽ ക്ലീൻഡ് ആണ്, നമ്മൾ മറ്റുള്ളവരോട് പറയും. സോ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിന്റെ ഇമേജ് വർദ്ധിക്കുന്നു. ഓക്കെ ഓക്കെ മാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം.